Hi all, NP here, back with another trade breakdown. അപ്പം രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ലൈവ് വന്നിട്ട് ഒന്നുമല്ല, ഞാൻ ബിസി ആയിരുന്നു. ലൈവല്ല, ഞാൻ ട്രേഡ് എടുത്തിട്ടും ട്രേഡ് മാർക്കറ്റ് നോക്കിയിട്ട് തന്നെ 2 ദിവസമായി. ഞാൻ 2-3 ദിവസമായിട്ട് ബിസി ആയിരുന്നു, വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ കസിൻ്റെ അവിടെ കുറച്ച് പരിപാടികൾ കാര്യങ്ങൾ അങ്ങനെയായിട്ട് ബിസി ആയിരുന്നു. എന്തായാലും ഓക്കെ, ഞാൻ ബാക്ക് വിത്ത് അനദർ വീഡിയോ ഫോർ യു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 days ഓൾറെഡി ഞാൻ ട്രേഡ് നോക്കിയില്ല. പക്ഷേ ലാസ്റ്റ് ഡേ ഞാനൊരു ലൈവ് വന്നിരുന്നു. അത് എത്ര പേര് കണ്ടു എന്നൊന്നും എനിക്കറിയില്ല, സ്റ്റാർട്ടിംഗ് ആണ്. ബട്ട് എനിക്ക് കുഴപ്പമില്ല, കാണുന്നവർക്ക് ഹെൽപ്പ് ചെയ്യട്ടെ. പിന്നെ ഞാനിത് കൂടുതലായി കാണുന്നത് എനിക്ക് എൻ്റെ തന്നെ ഒരു പെർഫോമൻസ് റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ആയിട്ടാണ്. അപ്പം നിങ്ങൾ ലൈവ് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഡെയിലി ചാർട്ടിൽ, അതായത് ഈ ഒരു ടൈമിൽ തേഴ്സ്ഡേ, ഞാൻ ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു മോർണിംഗ് ലൈവ് വന്നിരുന്നത്. എന്നിട്ട് ഞാൻ ഈ മൂവ്മെൻറ്റ് ഫുൾ പ്രഡിക്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. അതായത് ചാർട്ട് ഏകദേശം നിൽക്കുന്നത്, റീപ്ലേ ബട്ടൺ ഇവിടെ പോയി, ഓക്കെ, ചാർട്ട് ഏകദേശം നിൽക്കുന്നത് ഈ ഒരു അവസ്ഥയിലായിരുന്നു. ഓക്കെ, ഈ ഒരു അവസ്ഥയിലായിരുന്നു ചാർട്ട് നിന്നിരുന്നത്. ഇന്നിപ്പോൾ ഞാൻ സൺഡേ ആണ് കേട്ടോ, അത് റെക്കോർഡ് ചെയ്യുന്നത് സൺഡേ ആണ്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ബാക്കിയുള്ള മാർക്കറ്റൊക്കെ ക്ലോസ്ഡ് ആണ്. മാർക്കറ്റ് ക്ലോസ്ഡ് സൺഡേ. ബിറ്റ് കോയിൻ ഞാൻ പറഞ്ഞു 24/7 ഉണ്ടാവും മാർക്കറ്റ് ഓപ്പൺ. അപ്പം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഞാൻ കാണുന്നത് മാർക്കറ്റിനെ. അപ്പം ഞാൻ അതായത് തേഴ്സ്ഡേ കഴിഞ്ഞിട്ട് ഫ്രൈഡേത്തെ മാർക്കറ്റാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്തത്. ഫ്രൈഡേത്തെ മാർക്കറ്റ് ടച്ച് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാനിവിടെ ഒരു ഫ്ലാഗ് വരെ വരച്ചിരുന്നു. ഫ്ലാഗിൻ്റെ പ്രത്യേകത ഇത് ഡെയിലി ഓർഡർ ബ്ലോക്കാണ്. അപ്പോൾ ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഓർഡർ ബ്ലോക്ക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറലി ഇപ്പോൾ ഒരു ഇങ്ങനെ അപ്വേർഡ് മൂവിങ് ടൈപ്പ് ഓഫ് മാർക്കറ്റിൽ ഇതിപ്പോൾ ഒരു ഓർഡർ ബ്ലോക്കാണ് കേട്ടോ. അതിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത് ഇതാ ഇവിടെ തന്നെയാണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിപ്പോൾ ഒരു അപ്വേർഡ് മൂവിങ് മാർക്കറ്റാണ്. അപ്പോൾ 2 ഡൗൺ സൈഡ് ക്യാൻഡിൽ വന്നു, ഇവിടെ കണ്ടോ, നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ ഓർഡർ ബ്ലോക്ക്, ഇതൊരു ഓർഡർ ബ്ലോക്ക്, ഡെയിലി ഓർഡർ ബ്ലോക്കിലോട്ട് റെഫർ ചെയ്തു, എന്നിട്ട് പുഷ് ചെയ്തു. അതായത് ഈ ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്റ്റ് ചെയ്തു, അത് പുഷ് ചെയ്തു. ഐഡിയലി നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറ് ഇങ്ങനെയാണ്, ഈ 2 ഓർഡർ ബ്ലോക്കിനെ മാർക്ക് ചെയ്ത് ഇതിൻ്റെ 50% മുകളിൽ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ അത്ര കുഴപ്പമില്ല. ഇത് ഓർഡർ ബ്ലോക്കാണ്, നിങ്ങൾ ഇവിടുന്ന് ഒരു റിജക്ഷൻ പോയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് കാണാൻ പറ്റും. 15 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ, റീപ്ലേ അപ്പോൾ ക്ലോസ് ചെയ്യട്ടെ. അപ്പോൾ ഞാനത് പ്രഡിക്റ്റ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ 5 മിനിറ്റ് 15 മിനിറ്റ് വേണമെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഇതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതാണ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ കേട്ടോ, റെസ്പെക്റ്റ് ചെയ്ത പോയിൻ്റ് കണ്ടോ, അതിന് എക്സാക്ട്ലി വന്നിട്ട് 15 മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ എക്സാക്ട്ലി ആ പോയിന്റിൽ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നു. ഈ ഒരു ഇതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊന്നുമില്ല, കാര്യമായിട്ട് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ 15 മിനിറ്റിൽ എൻട്രിക്കുള്ളൊരു വകുപ്പില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്വിങ് ഹൈ ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി എടുക്കാം. അത് എന്ന് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പ്ലസ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല. ഐഡിയലി നിങ്ങൾ എടുക്കരുത്, ഞാനും എടുക്കില്ല. 5 മിനിറ്റിൽ ചെല്ലും, ഞാൻ അടുത്ത പോയിന്റിലോട്ട് ചെല്ലും. 5 മിനിറ്റിൽ സെയിം പ്ലേസ് ഇൻ 5 മിനിറ്റ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ, അവിടുന്ന് ഇതിലൊരു ഐഡിയൽ ട്രേഡ് അവിടുന്ന് വന്നു, ഈ ഒരു സ്വിങ് ഹൈ ടേക്ക് ഔട്ട് ചെയ്തു. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പിൽ റിട്ടേൺ വരുന്നു, ഐഡിയൽ ബൈ എൻട്രി. ആ ബൈ എൻട്രി നിങ്ങൾക്ക് ഈ ഒരു എന്താണ്, ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ വെച്ചാൽ മതി. കാരണം ഇതൊരു PDRI കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് വരരുത് ഐഡിയലി. പക്ഷേ നിങ്ങൾ ഏർലി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം എവിടെയെങ്കിലും വെക്കണം. ഈ ഒരു അതായത് 2 കണ്ടിന്യൂസ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, സ്വിങ് ഹൈ ടേക്ക് ഔട്ട് ചെയ്യുന്നു, PDRI ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ താഴെയിട്ട് വയ്ക്കുക. അല്ലെങ്കിൽ ഇതിന് 50% വെച്ചാലും ഓക്കെയാണ്. 50% താഴെയും വരാൻ പാടില്ല എന്നാണ്, ക്ലോഷറാണ്, ഒരിക്കലും ഇത് വിക്സ് വരാം കേട്ടോ. അപ്പം ഐഡിയലി ഇതിൻ്റെ താഴെ വയ്ക്കുക, അതാണ് നല്ലത്. അപ്പം അങ്ങനെ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണേൽ ഹോൾഡ് ചെയ്യാം കേട്ടോ. ഇത് ഫുള്ള് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഞാൻ അത്ര ഒന്നും ഹോൾഡ് ചെയ്യില്ല. ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ക്ലോസ് ചെയ്യും, കാരണം അത് ആ ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ,
ഞാൻ വരച്ച ഒരു ഓർഡർ ബ്ലോക്ക്, ഡെയിലി ഓർഡർ ബ്ലോക്കാണത്. ആ ഓർഡർ ബ്ലോക്ക് വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ആക്ച്വലി ആ ഓർഡർ ബ്ലോക്ക് വരെ ഇത്രയും ഓർഡർ ബ്ലോക്ക് കഴിഞ്ഞിട്ടും കുറേ വന്നിരുന്നു. ഇതൊക്കെ ഞാൻ ഇനി ഡിലീറ്റ് ചെയ്യണം. ഓർഡർ ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഒരുപാട് മേലോട്ട് പോയി, പക്ഷേ അതൊന്നും ഞാൻ ഹോൾഡ് ചെയ്യില്ല. ഞാൻ ഓർഡർ ബ്ലോക്കിൽ എത്തിക്കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. അത് ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ കേട്ടോ, ഇത് ലൈക്ക് ലോട്ട് ഓഫ് ഡോളേഴ്സ്. പക്ഷേ ഇതൊക്കെ ഒരു 3 days ഹോൾഡ് ചെയ്യേണ്ടി വരും. ദിസ് ഇസ് ലൈക്ക് $66 മാൻ വിത്ത് 0.01. അത് അത്രയൊന്നും ആവശ്യമില്ല. ആ ട്രേഡ് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഞാൻ ജസ്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്തു ഓർഡർ ബ്ലോക്കിൽ എങ്ങനെ റിജക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവുക എന്നുള്ളത്. പിന്നെ ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഓർഡർ ബ്ലോക്കായി ഞാൻ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്വേർഡ് മൂവിങ്ങിൽ, അതായത് അപ്വേർഡ് മൂവിങ് ഇതിൽ ആക്ച്വലി ഓർഡർ ബ്ലോക്കായി കൺസിഡർ ചെയ്യാൻ വേറെ കാരണം കൂടെ ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ ആക്ച്വലി നിങ്ങൾക്കൊരു ഓർഡർ ബ്ലോക്കായി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതുവരെ വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള റിജക്ഷൻ കണ്ടുകൊണ്ടാണ് അത് എടുക്കാം. ഓക്കെ, ഇവിടെ ഇതൊരിക്കലും ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാൻ ചാൻസ് ഇല്ല, കാരണം ഇത്രയും ഡൗൺവേർഡ്സ് ഉണ്ട്. ഇത് ബട്ട് മേ ബി ഈ ഒരു എത്രയാണ് തേഴ്സ്ഡേസ് ക്യാൻഡിൽ വേണമെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്കായി കൺസിഡർ ചെയ്യാം. പക്ഷേ എങ്കിൽ കൂടെ ഇതിൻ്റെ, അതായത് ഈ ഒരു വിക്കിൻ്റെ താഴോട്ട് ഈ ക്യാൻഡിൽ വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഓർഡർ ബ്ലോക്ക്. ഐഡിയലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഐഡിയലി ഓർഡർ ബ്ലോക്ക്. ഇതിൻ്റെ കണ്ടോ 50% ഏകദേശം. പക്ഷേ ഇവിടെ ഇത് നമ്മൾ കൺസിഡർ ചെയ്യും പ്രൊപ്പോർഷൻ ബ്ലോക്കായിട്ട് ആണ് ഞാനത് കൺസിഡർ ചെയ്യുന്നത്. അത്രയ്ക്കൊന്നും നിങ്ങൾക്കിപ്പോൾ വേണ്ട. ഇതെന്തായാലും ഓർഡർ ബ്ലോക്കായി കൺസിഡർ ചെയ്യുക. എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഈ അപ്വേർഡ് ക്യാൻഡിൽസ് ഇതിനെ കംപ്ലീറ്റ്ലി ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അത് എടുക്കേണ്ടവർക്ക് എടുക്കാം. അപ്പോൾ ഫ്രൈഡേ ഞാൻ ആക്ച്വലി ഫ്രൈഡേ ട്രേഡ് എടുത്ത്, ഈ ഫ്രൈഡേ ഞാൻ വർക്കിലായിരുന്നു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ശരി, എന്തായാലും ഞാൻ എടുത്തില്ല. ഞാൻ 2 ദിവസമായിട്ട് ഞാൻ ട്രേഡ് മാർക്കറ്റ് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ സൺഡേ ചുമ്മാ ഒന്ന് വന്നപ്പം എനിക്കൊരു തോന്നി എന്തോ സാറ്റർഡേ സൺഡേസ് ട്രേഡ് എപ്പോഴും എടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം എനിക്ക് ചുമ്മാ ഒന്ന് മാർക്കറ്റ് കണ്ടപ്പോൾ കുറച്ചായി ട്രേഡ് എന്നുള്ള രീതിയിൽ ഞാൻ ട്രേഡ് ചെയ്തായിരുന്നു. അതൊരു $3 പ്രോഫിറ്റിൽ ഞാനത് സെല് ചെയ്തു. ഞാൻ നിങ്ങൾക്കപ്പോൾ അത് കാണിച്ചു തരാം. ഇതാണത് ആ ട്രേഡ്. അതായത് ഞാൻ ഇവിടുന്ന് ബൈ എടുത്തു, കണ്ടോ 2 ബൈ ഇവിടുന്ന് എടുത്തു. സൺഡേ ആവുകൊണ്ടാണ് എടുത്തത്. പിന്നെ ഒന്ന് ഇവിടെ ഈ ഒരു പോയിന്റിൽ, അതായത് ഈ ഒരു പുഷിൽ ഈ സ്വിങ് ഹൈറ്റ് എത്തിയപ്പോൾ ഞാനൊന്ന് സെല് ചെയ്തു. പിന്നെ ഇവിടുത്തെ ഇവിടുന്ന് ഈ ഒരു പുഷ് കണ്ട കാരണം ഞാനത് ചെയ്തു കേട്ടോ. പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരെ ഞാൻ ഹോൾഡ് ചെയ്തു, ഈ പോയിന്റ് വരെ, ഈ ഒരു സ്വിങ് ഹൈ വരെ ഹോൾഡ് ചെയ്തു. പിന്നെ വേണമെങ്കിൽ എനിക്ക് ഹോൾഡ് ചെയ്യാമായിരുന്നു, പക്ഷേ ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്, കാരണം ഇത് ഫുള്ള് ഞാൻ ഹോൾഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാനിത് എത്തിയപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തു. ഞാനിത് ആക്ച്വലി ഡെയിലി ഓർഡർ ബ്ലോക്ക് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. എൻ്റെ ഒരു ഇത് മേ ബി കുറച്ച് ഡെയിലി ഓർഡർ ബ്ലോക്കിൽ ഇന്ന് പോയിട്ട് റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുവരെ എത്താൻ സാധ്യതയുണ്ട്. ഓക്കെ, അതൊരു മെയിൻ ഇതാണല്ലോ സ്വിങ്, അതായത് ലിക്വിഡിറ്റി സ്വീപ്പാണ്. അപ്പോൾ അതുവരെ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് ട്രേഡ് ഒന്നും എടുക്കാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്താണ്. ഞാൻ സാറ്റർഡേ സൺഡേ ഒരിക്കലും അഡ്വൈസ് ചെയ്യാറില്ല ട്രേഡ് എടുക്കാനായിട്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഇന്നത്തെ ട്രേഡ്, അത് എടുക്കാൻ ഇന്നത്തെ ട്രേഡ് ആക്ച്വലി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ഞാൻ അന്ന് ഇത് കാരണം ഡെയിലി ബയോസും കാര്യങ്ങളൊന്നും ഇല്ല പ്രോപ്പറായിട്ട്. കാരണം സാറ്റർഡേസ് ക്യാൻഡിൽ ഇതാ ഒരു വൃത്തിയായിട്ട ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ള, ഡൗൺവേർഡ്സ് വന്ന് ക്ലോസ് ചെയ്തു. അപ്പം ഞാൻ പറയാറുണ്ട് സാറ്റർഡേ സൺഡേ ഒരിക്കലും ട്രേഡ് എടുക്കരുത്. ഞാനിപ്പം 2 ദിവസം ആയതുകൊണ്ട് ഞാൻ വെറുതെ ട്രേഡ് എടുത്താണ്, അത് വർക്കൗട്ടായി. അതെപ്പോഴും വർക്കൗട്ട് ആവണമെന്നില്ല. ഓക്കെ, ഈ ഒരു ക്യാൻഡിലിൽ ഇത് ഒബ്വിയസ്ലി ഇത് ഡെയിലി ഓർഡർ ബ്ലോക്കിലോട്ട് എന്നുള്ള കൺസെപ്റ്റ് നമുക്കറിയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് മോർണിംഗ് പറഞ്ഞു തന്നായിരുന്നു ഡെയിലി ഓർഡർ ബ്ലോക്കാണ് ടാർഗറ്റ്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ എങ്ങനെ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി എവിടെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈഡേയിലോട്ട് വരുന്നു, അതായത് ഇത് സാറ്റർഡേ, ദിസ് ഇസ് ഫ്രൈഡേ. ഓക്കെ, അപ്പോൾ ഫ്രൈഡേ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, ഇതാണ് ഫ്രൈഡേ. സോ ഫ്രൈഡേ എന്താണ് സംഭവിച്ചത് നോക്കാം. ഫ്രൈഡേ ഇവിടെ 12 AM മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതാണ് 12 AM ഓപ്പൺ. അപ്പോൾ 12 AM മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. മാർക്കറ്റ് അപ്വേർഡ്സ് ലേശം പുഷ് ചെയ്തു, ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് വന്നപ്പോൾ ഇവിടെ അഗെയിൻ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ശ്രദ്ധിച്ചറിയാം. പിന്നെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ അഗെയിൻ താഴോട്ട് വന്നു, 3 AM താഴോട്ട് വന്നു, വീണ്ടും മുകളിലോട്ട് വന്ന് ഏകദേശം ഡേ ഓപ്പണിങ്ങിൽ അവിടെ എത്തി. ഇവിടെ എങ്ങാണ്ടാണ്
സോറി ഇവിടെ എങ്ങാണ്ടാണ് ഡേ ഓപ്പണിങ്ങിൻ്റെ മേലോട്ട് വന്നു. ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എടുക്കുന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈവനിങ് ആണ്. അപ്പം ആക്ച്വലി വേണമെങ്കിൽ മോർണിംഗ് നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ ഞാൻ മാർക്കറ്റ് അത് കഴിഞ്ഞ് കണ്ടപ്പം ഇതെടുക്കായിരുന്നു. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഞാൻ പറഞ്ഞല്ലോ 15 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 20 ഓക്കെ എന്താ തേഴ്സ്ഡേ ഫ്രൈഡേ നോക്കിയേക്കും. ഇതുണ്ടോ ഇവിടെ വരെ വന്നു. 15 മിനിറ്റിൽ ഓൾറെഡി ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മോസ്റ്റ് ഓഫ് ദ പോർഷൻ ലെഫ്റ്റ് ഓപ്പൺ ആണ്. ഓൾറെഡി ബുള്ളിഷ് ആണെന്ന് അറിയാം. ഇതൊരു എന്താണ് വാട്ട് ഈസ് ദിസ് ഗൈസ് കമാൺ, ഇറ്റ്സ് ആൻ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഓർഡർ ബ്ലോക്കാണ്. അപ്പോൾ ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്റ്റ് ചെയ്തു. സ്റ്റാർട്ടഡ് പുഷ് അപ്പ് ചെയ്തപ്പോൾ കണ്ടോ ഈ സ്വിങ് ഹൈ ടേക്ക് ഔട്ട് ചെയ്തു. ടേക്ക് ഔട്ട് ചെയ്തതിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഒരു സ്മോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഒരു സ്മോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് കണ്ടോ. അത് കണ്ടതോടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ദിസ് ഇസ് ബുള്ളിഷ്. എത്ര സ്മോൾ ഫെയർ വാല്യൂ ഗ്യാപ്പാണ് കണ്ടോ, ദിസ് ഇസ് ബുള്ളിഷ്. അപ്പോൾ ഗോയിങ് ടു ദ 5 മിനിറ്റ്. ഓക്കെ, ഗോയിങ് ടു ദ 5 മിനിറ്റ്. ഇവിടെ ആക്ച്വലി ഇത്രയും വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഉള്ളത്. ഓക്കെ, ഇതിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ബൈസ് എടുക്കാം. ഇവിടെ ആക്ച്വലി ഒരു വോളിയം ഇംബാലൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. ക്ലോഷർ ഇസ് അറ്റ് 95,727.79, 95,727.79. ഓക്കെ, ഇല്ല കേട്ടോ, കണ്ടാലുണ്ടെന്ന് തോന്നി. ഓക്കെ, മറ്റവർ. അപ്പം ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എനിക്ക് വേണമെങ്കിൽ ബൈസ് എടുക്കാമായിരുന്നു. അത് അപ്വേർഡ് പുഷിങ് അപ്വേർഡ് അപ് ടു ദ ഡെയിലി ഓർഡർ ബ്ലോക്ക്. ഇവിടെ ഞാൻ എടുത്തിരുന്നെങ്കിൽ ഇവിടെ ഞാൻ സെല് ചെയ്യുമായിരുന്നു. ഹോൾഡ് ചെയ്യും. ആക്ച്വലി ഞാൻ ഹോൾഡ് ചെയ്ത് ഈ ഒരു സ്വിങ് ഹൈ ടേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ പാർഷ്യൽസ് എടുക്കും. കാരണം റിജക്ഷന് ചാൻസ് ഉണ്ട്. മോർണിംഗ് വേണമെങ്കിൽ റിജക്ട് ചെയ്ത് താഴോട്ട് വന്ന് മുകളിലോട്ട് പോകാം, എനിക്കറിയില്ല. ഒരു പാർഷ്യൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇവിടെ ഡെയിലി ഓർഡർ ബ്ലോക്ക് എന്തായാലും ആണ് ടാർഗറ്റ്. ഇനി നിങ്ങൾക്ക് അത് മിസ്സായി പോയ ഒരാളാണെങ്കിൽ മോർണിംഗ് ഞാൻ പറഞ്ഞ 9 AM മാർക്കറ്റ് നോക്കുക. ഞാൻ പറഞ്ഞു 9 AM മാർക്കറ്റ് ഓപ്പൺ. 9 AM നോക്കിക്കഴിഞ്ഞാൽ 9 AM ക്യാൻഡിൽ ഇവിടെയാണ്. 9 AM മാർക്കറ്റ് പുഷ് ചെയ്യുന്നു, താഴോട്ട് പുഷ് ചെയ്യുന്നു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വരുന്നു കണ്ടോ. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് ടച്ച് ആവുന്നു. നിങ്ങൾക്ക് ഇഷ്ടംമാതിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കണ്ടോ. ഈ ഫെയർ വാല്യൂ ഗ്യാപ്സ് എല്ലാം ഇതാണ്. അപ്പം ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വരുന്നു. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആക്ച്വലി ഇവിടെ ഈ ഓർഡർ ബ്ലോക്കും റിജക്റ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം ബുള്ളിഷ്നെസ് ആണ് കാണിക്കുന്നത്. ഇഷ്ടംമാതിരി എത്ര ഹിൻസാണ് ഇവിടെ. 1 2 ഇവിടെയുണ്ട്. ഇത് 3 4 ഇഷ്ടംമാതിരി റിജക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് പ്രൂഫായിട്ട്. ജസ്റ്റ് ലേൺ ഹൗ ടു റീഡ് ദ മാർക്കറ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇതൊക്കെ കണ്ടാൽ എക്സ്ട്രീംലി ബുള്ളിഷാണ്. ഞാൻ അന്ന് ട്രേഡ് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു, കാരണം ഞാൻ ഫ്രൈഡേ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയും കണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ വന്നിട്ട് 9 AM കഴിഞ്ഞ് ഞാൻ മാർക്കറ്റ് വാച്ച് ചെയ്യുന്നു. താഴോട്ട് വരുന്നു 5 മിനിറ്റിലോട്ട്. അപ്പം ഞാൻ ഉള്ളിലോട്ട് 1 മിനിറ്റിലോട്ട് പോകും. ആ 5 മിനിറ്റ് ഓക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. ഒന്നുകിൽ ഈ 5 മിനിറ്റിലോട്ട് വരുമ്പം ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാം. അതിന് നിങ്ങൾക്ക് കൺഫർമേഷൻസിന് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഈ 1 മിനിറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ സ്വിങ് ഹൈ ടേക്ക് ഔട്ട് ചെയ്യുന്നു. ഫെയർ വാല്യൂ ഗ്യാപ്പ് 1 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇത് ചിലപ്പോൾ 3 മിനിറ്റിൽ വേറെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും, അത് എടുക്കേണ്ടവർക്ക് എടുക്കാം. 1 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വരുമ്പോൾ ഇവിടെ ബൈസ് എടുക്കാം. ഇവിടുന്ന് ബൈ എടുത്താൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഐഡിയൽ ട്രേഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇവിടുന്ന് ബൈ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ ആയിരിക്കും എൻ്റെ സ്റ്റോപ്പ് ലോസ്. ഈ ഡെയിലി ഓർഡർ ബ്ലോക്കിലായിരിക്കും എൻ്റെ ഇതെടുക്കുന്നത്. പാർഷ്യൽസ് ഞാൻ എടുക്കും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. പക്ഷേ ഞാൻ മേ ബി ഫുള്ള് ക്ലോസ് ചെയ്യും. ഇതെൻ്റെ 1:6.84 റേഷ്യോ, മോർ ദാൻ ഇനഫ്. ഇതാണ് ഐഡിയൽ ട്രേഡാണ് ആഫ്റ്റർ 9 AM. ഇനി അതും മിസ്സായവർക്ക് ഇവിടെ വേറൊരു ഓപ്പർച്യൂണിറ്റി, വീണ്ടും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ എടുക്കാം. ലോട്ട് ഓഫ് എൻട്രീസ്. ഓക്കെ, അപ്പം ഐഡിയ നിങ്ങൾക്ക് ആ ഡെയിലി ഓർഡർ ബ്ലോക്കിൽ എത്തും എന്നുള്ള ഐഡിയ ഉണ്ടെങ്കിൽ ഇഷ്ടമാതിരി ട്രേഡ്സ് ഉണ്ട് ഇവിടെ നിന്ന്. ഓക്കെ, ഇനി ആഫ്റ്റർ 3 PM ലാസ്റ്റ് മാക്രോ ആൻഡ് ഐ ആം നോട്ട് ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ശരി, അപ്പോൾ അതാണ് ആ ട്രേഡ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ജസ്റ്റ് അതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സൺഡേ ഞാൻ ഈ ട്രേഡ് ഇവിടുന്ന് ക്ലോസ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ജാഗഡ്നെസ് കണ്ടോ. ഞാനിവിടെ എന്തുകൊണ്ടാണ് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഈ ഹൈ ടേക്ക് ഔട്ട് ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ന് സൺഡേ ആണ്, മാർക്കറ്റ് അത്ര നന്നായി മൂവ് ചെയ്യില്ല. ഇവിടെ എനിക്ക് തോന്നി ഐഡിയലി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ട് 11 ശേഷം ഞാൻ ട്രേഡ് എടുക്കാറില്ല.
അറ്റ്ലീസ്റ്റ് ഇവിടെ എത്തണം എന്നതിൻ്റെ ഒരു ടാർഗറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടേക്ക് ഈ ഹൈക്കൊക്കെ ഹോൾഡ് ചെയ്യാം, പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് ഇത് കണ്ടോ നിങ്ങൾക്ക് ഈ രണ്ട് മാർക്കറ്റ് എത്ര 1 2 3 4 5 മിനിറ്റ്സിലാണ് അത്രയും $3 കിട്ടിയത്. അപ്പോൾ ഈവൻ സൺഡേസ് യു ക്യാൻ മേക്ക് മണി, ബട്ട് ഞാൻ അഡ്വൈസ് ചെയ്യില്ല. അപ്പോൾ ഇതാണ് ട്രേഡ് ബ്രേക്ക് ഡൗൺ. ഈ ട്രേഡ് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നില്ല. ഞാൻ മുന്നത്തെ അന്ന് ഞാൻ ഓൾറെഡി ലൈവ് ഇട്ടു. ലൈവ് കണ്ടവർക്ക് മേ ബി ആ കോൺസെപ്റ്റ് കിട്ടിയോന്ന് അറിയില്ല. നിങ്ങൾ വെറുതെ ഒരു ബൈ വെച്ചിട്ട് തന്നെ കണ്ണടച്ചിരുന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് യു കുഡ് ഹാവ് മെയ്ഡ് ലൈക്ക് $100 മിനിമം. ഇഫ് ഇറ്റ്സ് $1,000 അക്കൗണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. $100 അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 6 ഒരു 0.01 എന്നാണെങ്കിൽ 6 പാർസൽസ് ഒക്കെ എടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു $10-15 നിങ്ങൾക്ക് സുഖമായിട്ട് ഉണ്ടാക്കാമായിരുന്നു അന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടി എന്തുകൊണ്ടാണ് ഞാൻ ബുള്ളിഷ്നെസ് പ്രതീക്ഷിച്ചത്, ഡെയിലി ബയാസ് എങ്ങനെയാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്തത് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. NP സ്റ്റേ സേഫ്.